everyone, welcome to Binu's Hindi Learning Class. ഇന്നത്തെ ക്ലാസ് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടൊരു ക്ലാസ് ആണ് കേട്ടോ. വേറൊന്നല്ല, ഒരു ക്വസ്റ്റ്യൻ വേർഡ്, ഒറ്റ ക്വസ്റ്റ്യൻ വേർഡിൽ നമുക്ക് ഒരുപാട് തരത്തിൽ ആ ക്വസ്റ്റ്യൻ വേർഡിനെ കേൾക്കാം. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ആവും, ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ക്ലാസ് ആണ്, ഇന്ന് അങ്ങനെ ഒരു സെഗ്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പല ക്വസ്റ്റ്യൻ വേർഡ് ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിലെല്ലാം ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ വേർഡ് വലിച്ചു നീട്ടുന്നില്ല, ആദ്യം തന്നെ കാര്യം പറയാം. കിസ് കിസ് എന്നുള്ളൊരു വാക്ക്, അത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡ്സ് വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് അതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ കിസ്സേ കിസ്സേ എന്ന വാക്കിനർത്ഥം എന്താണ്? കിസ്സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ, എന്തിനെ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് കേട്ടോ. ഇപ്പൊ സ്കൂളൊക്കെ പഠിക്കുന്ന മക്കൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരും, ശബ്ദ കിസ്സേ കേൾത്തേ ഹേ അല്ലെങ്കിൽ വാക്കി കിസ്സേ കേൾത്തേ ഹേ എന്നൊക്കെ. ശബ്ദം എന്ന് പറഞ്ഞാൽ വാക്ക്, വാക്കി എന്ന് പറഞ്ഞാൽ വാചകം, എന്തിനെയാണ് പറയുന്നത്, വാചകം എന്തിനെയാണ് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ മേ കിസ്സേ ബുലാവും, ആരെ വിളിക്കും, കിസ്സേ ബുലാവും, മേ കിസ്സേ ബുലാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെ വിളിക്കും. അപ്പോൾ ഈ കിസ്സേ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം എന്താണ്? എന്തിനെ, ആരെ എന്നൊക്കെയാണ്. ഓക്കെ, അതുപോലെ കിസ്നെ കിസ്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് എന്നർത്ഥത്തിലാണ് കിസ്നെ. ഇപ്പോ ഇതാരാണ് ചെയ്തത്? കിസ്നെ കിയ, കിസ്നെ കിയ, ഇതാരാണ് ചെയ്തത്? ഇപ്പൊ മക്കളൊക്കെ ആരെങ്കിലും അടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും, കിസ്നെ മാരാ, അപ്പൊ കിസ്നെ മാരാ, നിന്നെ ആരാ അടിച്ചത്? അല്ലെങ്കിൽ കിസ്നെ ഡാറ്റ, ആരാണ് ശകാരിച്ചത്? ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പറയുക അല്ലെ. കിസ്നെ ഡാറ്റ. അപ്പൊ കിസ്നെ എന്ന് പറഞ്ഞാൽ ആര്. കിസ്സേ, ഇനി അടുത്തതാണ് കിസ്സേ. കിസ്സേ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോട്. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, മേ വഹാൻ ജാക്കർ കിസ്സേ പൂച്ചും, ആരോട് ചോദിക്കും? മേം വഹാൻ ജാക്കർ, ഞാൻ അവിടെ പോയി കിസ്സേ പൂച്ചും. പൂച്ചിന എന്ന് പറഞ്ഞാൽ ചോദിക്കുക. അപ്പൊ മേം വഹാൻ ജാക്കർ കിസ്സേ പൂച്ചും, ഞാൻ അവിടെ പോയിട്ട് ആരോട് ചോദിക്കും. അതല്ലെങ്കിൽ മേ വഹാൻ ജാക്കർ മുझे കിസ്സേ പൂച്ച്നാ ഹേ, മുझे കിസ്സേ പൂച്ച്നാ ഹേ, എനിക്ക് ആരോട് ചോദിക്കണം. മനസ്സിലായോ? അപ്പൊ ആരോട് എന്നുള്ള വാക്കിന് നമ്മൾ വെച്ചത് എന്താണ്? കിസ്സേ. ഓക്കെ, ഇനി അടുത്തത് കിസ്മേ. കിസ്മേ എന്ന് പറഞ്ഞാൽ എന്തിൽ, എന്തിൽ. ഇപ്പൊ നമ്മൾ ചോദിക്കാണ്, ആ പൂ കിസ്മേ രക്കാത, താങ്കൾ അത് എന്തിലാണ് വെച്ചിരുന്നത്? അല്ലെ കിസ്മേ രക്ക, എന്തിലാണ് വെച്ചത്? കിസ്മേ. ഓക്കെ, അല്ലെങ്കിൽ കഹാ രക്കാത, എവിടെയാണ് വെച്ചത് എന്നും ചോദിക്കാം കേട്ടോ. പക്ഷെ ചില സ്ഥലങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ പലരും പല രീതിയിലാണോ സംസാരിക്കുന്നത്, അപ്പൊ ഇങ്ങനെയും കേൾക്കാം. അപ്പൊ അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഇനി അതുപോലെ തന്നെ കിസ്പർ, അതും ഒരു എന്തിൽ എന്നുള്ള വാക്കിലാണ്, അർത്ഥത്തിലാണ് അല്ലെ. ഇപ്പൊ അതിനൊരു സെന്റൻസ് നമ്മളിപ്പോ മക്കളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ അവരിങ്ങനെ എവിടെയെങ്കിലും നോക്കിയിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, നിന്റെ ശ്രദ്ധ എന്തിലാണ്, ശ്രദ്ധ എന്തിലാണ്? ധ്യാൻ കിസ്പർ ഹേ, അപ്പൊ ധ്യാൻ കിസ്പർ ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിലാണ് എന്നുള്ള അർത്ഥത്തിലാണ്. നിന്റെ ശ്രദ്ധ എന്തിലാണ്. കഹാ ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്, അതാണ് ഇതിന്റെ വ്യത്യാസം കേട്ടോ. ഓക്കെ, അപ്പോ കിസ്മേ കിസ്പർ. അതുപോലെ തന്നെ കിസ്കെ ബാരേമേ, കിസ്കെ ബാരേമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ കുറിച്ച് അല്ലെങ്കിൽ എന്തിനെ കുറിച്ച് എന്നുള്ള അർത്ഥത്തിലാണ് കിസ്കെ ബാരേമേ. ഇപ്പോ ആരെങ്കിലും നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ആപ് കിസ്കെ ബാരേമേ ബോൾ റേ, ആപ് കിസ്കെ ബാരേമേ ബോൾ രഹേ ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ ആരെ കുറിച്ചാണ് പറയുന്നത്. അതല്ല, ഇനിയിപ്പോ ഏതെങ്കിലും വസ്തുവിനെ കുറിച്ചാണെങ്കിൽ കിസ് ചീസ് കെ ബാരേമേ, ചീസ് എന്ന് പറഞ്ഞാൽ വസ്തു, കിസ് ചീസ് കെ ബാരേമേ, എന്തെങ്കിലും വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഏത് വസ്തുവിനെ കുറിച്ചാണ്, എന്ത് വസ്തുവിനെ കുറിച്ചാണ്, അതാണ്. അപ്പൊ ആരെ കുറിച്ച്, എന്തിനെ കുറിച്ച് എന്നുള്ളതാണ് ഈ കിസ്കെ ബാരേമേ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ശരി. ഇനി കിസ്കെ ദ്വാര, കിസ്കെ ദ്വാര എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ കൊണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. കിസ്കെ ദ്വാര, ആരെ കൊണ്ട്. യേ കിസ്കെ ദ്വാര കിയാ ഗയാ ഹേ, ഇത് ആരെ കൊണ്ട് ചെയ്തതാണ്. യേ കിസ്കെ ദ്വാര കിയാ ഗയാ ഹേ, ഇത് ആരെ കൊണ്ട് ചെയ്തതാണ്. അപ്പൊ കിസ്കെ ദ്വാര എവിടെയാണ്, എന്താണ് അർത്ഥാക്കുന്നത്? ആരെ കൊണ്ട്. മനസ്സിലായോ? ശരി. അതുപോലെ തന്നെ കിസ്ലിയെ, കിസ്ലിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ ഓഫീസിലൊക്കെ ആരെങ്കിലും വരുമ്പോൾ റിസപ്ഷനിസ്റ്റ് ചോദിക്കും അല്ലെ, ആ കിസ്ലിയെ ആയേ ഹോ, അല്ലെങ്കിൽ ആ കിസ്ലിയെ ആയേ ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ എന്തിനാണ് വന്നത്, എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളതിന് പകരം അവിടെ എന്തിനാണ് വന്നത്, അതാണ്. താങ്കൾ
എന്തിനാണ് വന്നത്. ആപ് കിസ്ലിയെ ആയേ ഹോ. അതുപോലെ തന്നെ നീ എന്തിനാണ് കരയുന്നേ, കിസ്ലിയെ റോറേ. കിസ്ലിയെ എന്തിനാണ്, കിസ്ലിയെ റോറേ എന്തുകൊണ്ടാണ് കരയണേ, അതാണ് കേട്ടോ. ഇനി കിസ് കേലിയെ, കിസ് കേലിയെ ആർക്ക് വേണ്ടി, കിസ്ലിയെ കിസ് കേലിയെ, മനസ്സിലായോ? കിസ് കേലിയെ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടി എന്നാണ്. അപ്പോ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും വസ്തു തന്നു, നമുക്കായിട്ടല്ല വേറെ ആർക്കോ വേണ്ടി കൊടുക്കാനാണ്. യെ കിസ്കേ ലിയെ ദിയാ ഹെ, ഇത് ആർക്ക് വേണ്ടി തന്നതാണ്. യെ കിസ്കേ ലിയെ ദിയാ ഹെ, ഇത് ആർക്ക് വേണ്ടി തന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി അതുപോലെ തന്നെ കിസ് സമയം, കിസ് സമയം എന്ന് പറഞ്ഞാൽ ഏത് സമയം എന്നാണ്. അപ്പോൾ നമ്മൾ ഒരാൾ ചോദിക്കുകയാണ് അപ് കിസ് സമയം ഓഫീസ് ജാത്തേ ഹെ, താങ്കൾ ഏത് സമയത്താണ് ഓഫീസിൽ പോകുന്നത്. കിസ് സമയം, സമയത്തിന് പകരം വക്ത് എന്ന് യൂസ് ചെയ്യാം കേട്ടോ. വക്ത് എന്ന് പറയുന്നതും സമയമാണ്, കിസ് വക്ത്. അപ്പൊ ആ കിസ് സമയം ഓഫീസ് ജാത്തേ ഹെ, താങ്കൾ ഏത് സമയത്താണ് ഓഫീസിൽ പോകുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ കിത്തനെ ബജെ ഓഫീസ് ജാത്താ ഹെ, എത്ര മണിക്ക് എന്നും ചോദിക്കാം. പക്ഷെ ഈ രീതിയിലും ചോദിക്കാം. ഓക്കെ ഓക്കെ. ഇനി കിസ് പ്രകാർ, കിസ് പ്രകാർ ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള, ഇപ്പൊ നമ്മൾ അദ്ദേഹം ഏത് തരത്തിലുള്ള വ്യക്തിയാണ്. ഓ കിസ് പ്രകാർ ക ആദ്മി ഹെ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. കിസ് പ്രകാർ ക. അതുപോലെ തന്നെ കിസ് പ്രകാർ സെ, ഏത് തരത്തിൽ. കിസ് പ്രകാർ സെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് വിധത്തിൽ ചെയ്യണം. കിസ് പ്രകാർ സെ കർണ ഹെ, അല്ലെങ്കിൽ കിസ് തരഹ് സെ കർണ ഹെ, കിസ് തരഹ് ക എന്നൊക്കെ വരാം കേട്ടോ. ഓക്കെ. ഇനി അടുത്തതാണ് കിസ്ക, കിസ്കി, കിസ്കെ. നമുക്കറിയാം അല്ലെ, ആരുടെ, ആരുടെ എന്ന അർത്ഥമാണ് ഇതിന് വരുന്നത്. ഇതിന് മൂന്നിനും ഒരർത്ഥമാണ്. ഇതെങ്ങനെയാ വെക്കുന്നത്. ഇത് കഴിഞ്ഞു വരുന്ന വാക്ക് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ ബഹുവചനമാണോ അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഉള്ള വാക്കാണോ നോക്കിയിട്ടാണ് ഈ കാ കെ കീ വയ്ക്കുന്നത് അല്ലെ. പക്ഷെ ഇതിന്റെ മൂന്നിന്റെ അർത്ഥം ഒന്നാണ്, ആരുടെ. ഇപ്പൊ യെ കിസ്കാ ഹെ, ഇത് ആരുടെയാണ്. യെ കിസ്കാ ഹെ. അതുപോലെ തന്നെ സ്ത്രീലിംഗ വാക്കാണെങ്കിൽ ഒരു പതങ്ക്, ഒരു സ്ത്രീലിംഗ വാക്കാണ്. അപ്പൊ ഇത് ആരുടെ പട്ടമാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ കിസ്കിയെ വരും. യെ കിസ്കി പതങ്ക് ഹേ, മനസ്സിലായോ? കിസ്കി പതങ്ക് ഹേ. ഇനി കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആപ് കിസ്കെ സാത്ത് ജാ രഹേ ഹേ, കിസ്കെ സാത്ത് ജാ രഹേ ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ ആരുടെ കൂടെയാണ് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് ഇതിന്റെ വ്യത്യാസം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് കേൾക്കുമ്പോ എന്താ പറയുന്നത്, ഏകദേശം ഒരുപോലെ ഇരിക്കും. ഒരുപോലെ എന്നല്ല, കൺഫ്യൂഷൻ തോന്നാം അല്ലെ. ഇത് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളാണ്, വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. അപ്പൊ ഇതെല്ലാം കൂടി സോർട്ട് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് എന്താ പറയുന്നത് മനസ്സിലാക്കാനായിട്ട് ഉപകാരമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സെഗ്മെന്റ് ചെയ്തത്. അപ്പോൾ ഉപകാരപ്പെട്ടെങ്കിൽ കമന്റിൽ പറയുക. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.